ഒരു സ്ത്രീ പൊതുസമൂഹത്തോട് തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ചു പറയാൻ കാണിക്കുന്ന ധൈര്യവും തന്റെ ഇടവും അത് വിശ്വാസത്തിലെടുക്കണമെന്ന് സുപ്രീം കോടതി വിധി തന്നെയുണ്ട്. അത് തന്റെ ജീവന് തന്നെ ആപത്താകുമെന്ന് അത്രമേൽ ബോധ്യമുണ്ടായിട്ട് പോലും അത് പറയുന്നത് തനിക്ക് നീതി വേണമെന്ന് നിശ്ചയദാർഢ്യമുള്ളതുകൊണ്ടും ആണ്. അതിജീവിതയുടെ ഈ ശക്തമായ നിലപാട് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഒട്ടും ചെറുതല്ല. പൾസർ സുനിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ദിലീപ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ദിലീപും പൾസർ സുനിയുമായുള്ള നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കൃത്യമായ വെളിപ്പെടുത്തലുകളുണ്ടായി. പക്ഷേ ഈ തെളിവുകളൊന്നും കോടതിയിലെത്തുന്നില്ല. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ വേണമെന്ന് പൾസർ സുനി ജയിലിൽ നിന്നും കത്തയക്കുന്നുണ്ട് ദിലീപിന്. പക്ഷേ ഈ തെളിവുകളൊന്നും കോടതിയിലെത്തുന്നില്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 85 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ദിലീപ്. പുറത്തിറങ്ങിയാൽ കേസിനെ ബാധിക്കും എന്നുള്ളതിനാൽ 3 തവണ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ അതിനിർണായകമായ മൊഴി രേഖപ്പെടുത്തിയത് PT തോമസ് MLA-യും അതുപോലെ സംവിധായകൻ ബാലചന്ദ്രകുമാറുമാണ്. അക്രമത്തിന് ശേഷം ഒളിവിൽ പോയിരുന്ന പൾസർ സുനി എറണാകുളം ജില്ലാ കോടതിയിൽ കീഴടങ്ങാനെത്തിയെങ്കിലും കേരള പോലീസ് കോടതിയുടെ മതിൽ ചാടിക്കടന്ന് പ്രതിയെ കോടതി വരാന്തയിൽ വെച്ച് ജീപ്പിലിട്ട് പൊക്കിക്കൊണ്ടുപോയ അത്യപൂർവം കാഴ്ചകളും ഈ കേസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. മെഴുകി വെളുപ്പിക്കുന്ന ദിലീപ് ഫാൻസിനും അദ്ദേഹത്തിന്റെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയ മനസ്സുകൾക്കല്ലാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ പ്രത്യക്ഷമായി നിലനിൽക്കുന്ന തെളിവുകളെല്ലാം തന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് അത്യന്തം സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 1600 രേഖകളും 261 സാക്ഷികളും 438 ദിവസം നീണ്ടുനിന്ന സാക്ഷി വിസ്താരങ്ങൾക്കുമൊടുവിൽ വിധി വന്നിരിക്കുന്നു. ദിലീപിന് അനുകൂലമായ വിധി. കോടതിയുടെ പുറത്ത് പല സ്ഥലങ്ങളിലും ആഘോഷങ്ങളാണ്. ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടതിന്റെയും ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെയും വിധി വരുന്ന നാളിൽ പായസം വെച്ചും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമുള്ള ആഘോഷങ്ങൾ. പൾസർ സുനിയേക്കാൾ ക്രൂരമായ മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ പുറത്താണ്. പൾസർ സുനി മാത്രമാണ് അകത്ത്. നീതി പുലരുക തന്നെ ചെയ്യും.